സ്നേഹമുള്ളവരെ, ഈശോയുടെ രക്ഷാകരമായ പീഡാസഹനങ്ങളെ ഹൃദയത്തിൽ ചേർത്തുവെച്ചുകൊണ്ട് 2026 മാർച്ച് 26 വ്യാഴാഴ്ച രാത്രി 9:30 അഭിവന്യ റെമിജിയോസ് ഇഞ്ചനാനിയൽ പിതാവിന്റെ അനുഗ്രഹീത നേതൃത്വത്തിൽ താമരശ്ശേരി കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്ന് ആരംഭിക്കുന്ന 9ാമത് കുളത്തുവയൽ തീർത്ഥാടനം മാർച്ച് 26 വ്യാഴാഴ്ച രാത്രി 9:30 ഏവരെയും ഞങ്ങൾ പ്രാർത്ഥനാപൂർവം പീഡാനുഭവ തീർത്ഥാടന യാത്രയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും ദൃശ്യമാകുന്ന പദയാത്ര, ദൈവത്തിന്റെ അത്ഭുതകരമായ കരുണയും കാവലും അനുഭവമാകുന്ന തീർത്ഥാടന യാത്ര, നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും സ്നേഹവും ഒഴുകിയിറങ്ങുന്ന ക്രൂശിത യാത്ര. സ്നേഹമുള്ളവരെ, ആയിരക്കണക്കിന് വിശ്വാസികളും നൂറുകണക്കിന് വൈദികരും സമർപ്പിതരും 26 ഇരുവിന്റെ നിശബ്ദതയെ പ്രാർത്ഥനാമുഖരിതമാക്കി കടന്നുപോകുന്ന പീഡാനുഭവ യാത്ര. നീണ്ട 10 മണിക്കൂറുകൾ ഇടതടവില്ലാതെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ട് 39 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചെത്തുന്ന മലബാറിലെ ഏറ്റവും ദൈർഘ്യമേറിയ കുരിശുയാത്ര. കുടിയേറ്റ മേഖലയായ കുളത്തുവയലിനെ ഐക്യത്തിന്റെ ജപമാല മുത്തുകളാക്കി കുരുത്ത് വിശ്വാസ ദീപ്തമാക്കിയ കുളത്തുവയൽ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് താമരശ്ശേരി കത്തീഡ്രലിൽ നിന്നുള്ള 9ാമത് തീർത്ഥാടനം. താമരശ്ശേരി അൽഫോൺസ സ്കൂൾ പാതയോരത്തിലൂടെ കുടിയേറ്റ നാളുകളിലെ കഷ്ടതകളുടെ കീറാമുട്ടിയായിരുന്ന കട്ടിപ്പാറ മലമടക്കുകളിലൂടെ തലയോടിടങ്ങൾ അവിടെ ഇവിടെയായി കാണപ്പെട്ടിരുന്ന തലയാട് ഗ്രാമത്തിന്റെ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന മലമ്പാതകളിലൂടെ കല്ലും മലകളും കാട്ടുതോടുകളുമുള്ള കല്ലാനോടിന്റെ ഗിരിനിരകളിലൂടെ കൂരാച്ചുണ്ടിന്റെ ഊരാ കുടുക്കുമലകൾ ചവിട്ടിക്കയറി നീണ്ട 10 മണിക്കൂറുകൾ ദീർഘയാത്ര ചെയ്ത് മിശിഹായുടെ പീഡാസഹനയാത്ര കുടിയേറ്റ മേഖലയുടെ ജലസംഭരണിയായ കുളത്തുവയൽ തീർത്ഥാടന കേന്ദ്രത്തിൽ സമാപിക്കുന്നു. ആയിരക്കണക്കിന് വിശ്വാസ സമൂഹം, അഭിവന്യ പിതാക്കന്മാരും വൈദികരും സന്യസ്തരും പ്രാർത്ഥനാപൂർവം പങ്കെടുക്കുന്നു. മലബാറിലെ ഏറ്റവും ദൈർഘ്യമേറിയ ക്രൂശിത യാത്ര. താമരശ്ശേരി രൂപത മുഴുവൻ മലബാർ കുടിയേറ്റത്തിന്റെ ഈ ശതാബ്ദി നാളിൽ മലബാറിന്റെ ശില്പികൾ അന്തിയുറങ്ങുന്ന കുടിയേറ്റത്തിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഈശോയുടെ രക്ഷാകരമായ സഹനത്തിന്റെ വഴികളിലൂടെ യാത്ര ചെയ്ത് രൂപതയുടെ റൂബി ജൂബിലി വർഷത്തിൽ ദണ്ഡവിമോചനത്തിന്റെ അനുഗ്രഹ സാന്നിധ്യമുള്ള രൂപതാ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എല്ലാവരെയും ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ പ്രാർത്ഥനാപൂർവം ക്ഷണിക്കുന്നു.